മാറ്റിവെക്കുക. ഇതേതാണെന്നറിയോ നിങ്ങൾ? ഇത് അൽ മുർഷിദ് മാസികയാണ്. അൽ ഇർഷാദ് മാസിക മുജാഹിദിന്റെ പ്രാചീന നേതാക്കള് KM മൗലവി, EK മൗലവി അവരൊക്കെ നേതൃത്വത്തിൽ പുറത്തിറക്കിയിരുന്ന മാസികയാണ്. ഇതിലെന്താ പറയുന്നത് എന്നറിയോ? ഇതിൽ പറയുന്നത് റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു. 1900 ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് 936 മുജാഹിദുകൾ പഴയ കാലത്ത് പുറത്തിറക്കിയിരുന്ന അൽ മുർഷിദ് മാസികയാണ് 937 മെയ് ലക്കത്തിൽ ഇറങ്ങിയ അൽ മുർഷിദ് മാസിക. ഇതിൽ പറയുന്നത് എന്താ? റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു. അത് നമ്മെ ആനന്ദിപ്പിക്കുന്നു, അത് നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു. നാം സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു, നമ്മുടെ ഹൃദയം വികസിക്കുന്നു. ഓരോ മുസ്ലിമിന്റെയും മുഖകമലങ്ങളിൽ ഹർഷ ചിഹ്നങ്ങൾ കളിയാടുന്നു. ഓരോ ഭക്തനും സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നു. എന്തുകൊണ്ട്? മാനവലോകത്തിന്റെ റഹ്മത്തായി വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മം കൊണ്ട്. വിശദമായ ലേഖന. റസൂലുള്ളാഹിന്റെ ജന്മം കൊണ്ട് മുജാഹിദുകൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു അറിയോ? നമ്മൾ ആനന്ദിപ്പിക്കുന്നു, ആഹ്ലാദിപ്പിക്കുന്നു, സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു. പഴയകാല മുജാഹിദുകൾക്ക് ഉണ്ടാകുന്ന സന്തോഷം അയവിറക്കുവാണ്, രംഗങ്ങളുമാണ് അയവിറക്കുന്നത്. ഇപ്പോഴത്തെ മുജാഹിദിന് സന്തോഷമല്ല, മുജാഹിദിന് അട്ടണ പോത്ത് ഉപ്പ് വെച്ചതുപോലെയാണ്. സകലനോ കണ്ണും മോറും ഒരു തെളിച്ചുണ്ടാവില്ല. എന്താ? അന്ന് റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലും, റസൂലുള്ളാഹിന്റെ പേരിൽ കുറച്ച് സലാമും ബെയ്ത്തൊക്കെ ചൊല്ലുമല്ലോ, മദ്ഹ് പറയല്ലോ, അത് സഹിക്കാൻ വയ്യ. ഇബ്ലീസിനും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു, അത് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. അതേ അവസ്ഥയിലാണ് ഇവരുള്ളത്. എന്നിട്ട് KM മൗലവിയും EK മൗലവിയും എഴുതുന്നത് നിങ്ങൾ കേൾക്കണം. വിശദമായ ലേഖന നോക്കൂ നിങ്ങൾ. റബീഉൽ അവ്വൽ 1356 അൽ മുർഷിദ് മാസികയിൽ പറയുന്നത് എന്താ? ആ ലേഖനം, വിശദമായ ലേഖനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയ ആളുകൾക്ക് ആ റസൂലുള്ളാഹിന്റെ ജന്മദിനം വരുമ്പോ എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും? എന്നിട്ട് പറയുന്നു, ഉത്തമ ഗുരു ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. മുസ്ലിം ലോകം ആകെ കൊണ്ടാടുന്നുണ്ട്. കേരളക്കാര് മാത്രല്ല, ലോകം എല്ലായിടത്തും കൊണ്ടാടുന്നുണ്ട്. എന്നിട്ട് മുജാഹിദ് മൗലവി പറയുന്നു, ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. മുജാഹിദിന്റെ ഇന്നത്തെ ചെറിയ മക്കളോട് പറയുകയാണ്, വിവരമില്ലാത്ത കഥയില്ലാത്ത മൗലവിമാരോട് വലിയ നേതാവ്, പ്രാചീന നേതാവ്, സ്ഥാപക നേതാവ് പറയുകയാണ്, മക്കളെ ഇതെല്ലാവരും കൊണ്ടാടേണ്ടതുമാണ്. ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിപ്പിക്കുന്നുണ്ട്. തിമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യ ഹൃദയങ്ങളിൽ ഊന്നി പിടിപ്പിക്കുന്നു. റസൂലുള്ളാഹിനോട് വലിയ സ്നേഹം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഈ കൊണ്ടാട്ടം കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാനം എഴുതുന്നുണ്ടോ, മൗലിദിന്റെ മജ്ലിസ് ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്, ഒരു പുണ്യ സദസ് തന്നെയാണ്. ഏത്? മൗലിദിന്റെ മജ്ലിസ് ഒരു പുണ്യ സദസ് തന്നെയാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. അന്തത്ത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ മൽവാസിറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطاهي والحبيب العربي. എന്നൊരു വിടുന്ന മൗലിദിന്റെ മജ്ലിസ് പുണ്യ സദസ്സാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. അപ്പൊ മൗലിദിന്റെ മജ്ലിസിൽ സംബന്ധിക്കാൻ തൗഫീഖ് ലഭിച്ചിട്ടില്ലാത്ത മുജാഹിദുകളെ, മൗലവിമാരെ, നിങ്ങൾ മഹാ നിർഭാഗ്യവാന്മാരാകുന്നു. ഞാൻ പറയുന്നതല്ല, EK മൗലവി, KM മൗലവി അവരുടെ അൽ മുർഷിദിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. പറഞ്ഞതിന്റെ ചുരുക്കം, പൂർവീകരൊക്കെ ചെയ്തിട്ടുണ്ട്, മുജാഹിദിന്റെ പ്രാചീന നേതാക്കളും ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഇത് സുന്നത്തായിരുന്നു. പിന്നെ എന്നാണ് മുജാഹിദ് ആഫീസിലേക്ക് ജിബ്രീൽ പുതിയ വഹയുമായി വന്നത് എന്ന വിശദീകരണം നടത്തേണ്ടത് മുജാഹിദുകളാണ്.